പുറത്തിറങ്ങി 25 ദിവസം പിന്നിടുമ്പോൾ 150 കോടിയുടെ പ്രഭയിൽ തിളങ്ങുകയാണ് ആടുജീവിതം. കൊച്ചിയിൽ നടന്ന 25ാം ദിനാഘോഷ ചടങ്ങിൽ ചിത്രത്തിലെ നായകനും ഡിസ്ട്രിബ്യൂട്ടറുമായ പൃഥ്വിരാജ്, സംവിധായകൻ ബ്ലെസ്സി തുടങ്ങിയവരും മറ്റു വിശിഷ്ടാതിഥികളും പങ്കെടുത്തു. ചടങ്ങിൽ വെച്ച് ആടുജീവിതത്തിന്റെ വിജയത്തെപ്പറ്റിയും മലയാള സിനിമയുടെ ഭാവിയെപ്പറ്റിയും മറ്റും പ്രമുഖ മാധ്യമപ്രവർത്തകരും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും ചർച്ച ചെയ്തു. സന്തോഷ് ജോർജ് കുളങ്ങര മോഡറേറ്റർ സ്ഥാനം വഹിച്ച ചർച്ചയിൽ പ്രമുഖ മാധ്യമപ്രവർത്തകരായ ശ്രീകണ്ഠൻ നായർ, അഭിലാഷ്, പ്രമോദ് രാമൻ, റാഷിദ്, ജെവിൻ ടുട്ടു തുടങ്ങിയവരും പങ്കെടുത്തിരുന്നു. മലയാളത്തിൽ ഇതിനു മുൻപും 25 ദിവസം ഓടിയ ധാരാളം സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിലൂടെ നമുക്ക് മലയാളത്തിന്, കേരളത്തിന്, ലോകത്തിന് മുന്നിലേക്ക് വെക്കാൻ നമുക്കൊരു സൃഷ്ടി കിട്ടിയിരിക്കുന്നു. ഭാഷാഭേദത്തിന് അതീതമായി ആളുകൾ ഉൾക്കൊണ്ട സിനിമയാണ് ആടുജീവിതം. പല മേഖലകളിലൂടെ സിനിമകളെ ശക്തമായി വിമർശിക്കുന്നവർ പോലും ഈ ചിത്രത്തെ പുകഴ്ത്തുന്നുണ്ട്. ഇനി ചർച്ച ചെയ്യപ്പെടേണ്ടത് ഈ സിനിമയെ കേരളം എങ്ങനെ പ്രയോജനപ്പെടുത്താൻ പോകുന്നു, ഈ സിനിമയിലൂടെ കേരള സമൂഹം എങ്ങനെ മലയാള ഭാഷയെ ലോകത്തിന് മുന്നിൽ എത്തിക്കാൻ പോകുന്നു എന്നതാണ്. അതാണ് ചർച്ചാ വിഷയമാവേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ടാണ് സന്തോഷ് ജോർജ് കുളങ്ങര ചർച്ച ആരംഭിച്ചത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. കോവിഡ് അനന്തര ലോകത്ത് പിന്നാക്കം നിൽക്കുന്ന രാജ്യങ്ങളിൽ പോലും മലയാള സിനിമകൾ ചെന്നെത്താൻ തുടങ്ങിയിരിക്കുന്നു എന്നും ഇന്റർനെറ്റ് വഴി മറ്റു രാജ്യങ്ങളിലേക്ക് ഈ സിനിമ സഞ്ചരിക്കുമ്പോൾ അവർക്കും ഈ സിനിമ ഏറെ സ്വീകാര്യമാകും എന്നും ശ്രീകണ്ഠൻ നായർ അഭിപ്രായപ്പെട്ടു. പൃഥ്വിരാജിന്റെ പ്രകടനത്തെയും അർപ്പണബോധത്തെയും പ്രശംസിക്കാനും അദ്ദേഹം മറന്നില്ല. ആടുജീവിതം സൃഷ്ടിച്ചെടുത്തത് എങ്ങനെയാണെന്ന് ലോക സിനിമയുടെ വക്താക്കൾ അറിയണം. അതിലൂടെ കൂടുതൽ അംഗീകാരങ്ങൾ ചിത്രത്തിന് കിട്ടണം എന്ന് പ്രമോദ് രാമൻ അഭിപ്രായപ്പെട്ടു. മനുഷ്യന്റെ അതിജീവനത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാവുന്നതിന് ഒരതിരുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് എത്തിയതാണ് നജീബിന്റെ ജീവിതം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആടുജീവിതം ഇതിനോടകം തന്നെ യൂണിവേഴ്സലായി കഴിഞ്ഞു എന്നാണ് കരുതുന്നതെന്ന് അഭിലാഷ് മോഹനൻ പറഞ്ഞു. ആടുജീവിതത്തിലെ സഹനം എന്നത് ലോകത്തെ ഏതൊരു വ്യക്തിക്കും കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. അതിനാൽ തന്നെ ഭാഷയുടെ പരിമിതി ചിത്രത്തെ സാർവത്രികമാക്കുന്നതിൽ വിലങ്ങുതടിയാവുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കലാമൂല്യമുള്ള ചിത്രങ്ങൾക്ക് പലപ്പോഴും പ്രേക്ഷക സ്വീകാര്യത ലഭിക്കാതെ പോകാറുണ്ടെങ്കിലും ആടുജീവിതത്തിന് അതിനും സാധിച്ചു എന്നും അഭിലാഷ് പറഞ്ഞു. ഇന്ത്യൻ ഡയസ്പോറ പല രാജ്യങ്ങളിലും ശക്തമാണ്. അത്തരം ഇടങ്ങളിൽ ആടുജീവിതത്തിന്റെ സ്ക്രീനിങ്ങുകളും ചർച്ചകളും നടന്നാൽ അത് ചിത്രത്തിന് അടുത്ത ലെവലിലേക്ക് പോകാൻ സഹായകമാകും എന്നും ഒപ്പം തന്നെ ഫിലിം ഫെസ്റ്റിവലുകളും ഒരു സാധ്യതയാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പുറത്തുനിന്നുള്ള പിന്തുണ പോലെ തന്നെ തമിഴ് സിനിമയിലും മറ്റും കാണുന്ന പോലെ മലയാള സിനിമ ഫ്രട്ടേണിറ്റിയുടെ അകത്തു നിന്നുള്ള സപ്പോർട്ട് ആടുജീവിതത്തിന് ഉണ്ടാവുകയാണെങ്കിൽ നന്നാവുമെന്ന് തോന്നുന്നു എന്ന് മലയാള മനോരമയിലെ റാഷിദ് അഭിപ്രായപ്പെട്ടു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഐ ഹോസ്പിറ്റൽ റോഡ്.